പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഗുണപ്രദമായിട്ടുള്ള ബാക്ടീരിയകളാണ്. ഇത്തരം ബാക്ടീരിയകൾ നമ്മൾ കൊടുക്കുക വഴി നമ്മുടെ ശരീരത്തിനകത്തുള്ള കയറി കൂടിയിട്ടുള്ള എച്ച് പൈലോറിയെ ഇത് നിയന്ത്രിക്കും. അല്ലെങ്കിൽ ഒരു 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 കലാപം അമർച്ച ചെയ്യുന്നത് പോലെ നമ്മളെ പട്ടാളക്കാർ അല്ലെങ്കിൽ പോലീസുകാർ എങ്ങനെയാണ് ഒരു കലാപം അമർച്ച ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പ്രോബയോട്ടിക്സുകൾ ശരീരത്തിനകത്ത് കയറി സ്റ്റൊമക്കിനകത്തുള്ള എച്ച് പൈലോറിയെ പൂർണ്ണമായിട്ടും മാറ്റാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന പ്രോബയോട്ടിക്സുകൾ, വീട്ടിൽ കഴിക്കാൻ പറ്റുന്ന പ്രോബയോട്ടിക്സുകൾ? അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പഴങ്കഞ്ഞി എന്ന് നമ്മൾ പറയുന്നത്. പഴങ്കഞ്ഞിയിൽ ധാരാളമായിട്ട് നല്ല പ്രോബയോട്ടിക്സുകളുണ്ട്. ഇതിനകത്ത് അല്പം തൈര് ഉപയോഗിക്കുകയാണെങ്കിൽ, ഒരു ചുവന്നുള്ളി അല്ലെങ്കിൽ ചെറിയ ഉള്ളി നമ്മൾ ഇതിനകത്ത് ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു പ്രോബയോട്ടിക് ആണ്. പ്രത്യേകിച്ച് അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി, എച്ച് പൈലോറിയെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇത്. ഞാൻ മുമ്പ് ഒരിക്കൽ വേറൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ ഒരു നല്ല പ്രോബയോട്ടിക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. ഈ എച്ച് പൈലോറിയെ നമുക്ക് നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല പ്രോബയോട്ടിക്കുകളിൽ ഒന്നാണ് അലോവേറ കൊണ്ടുണ്ടാക്കുന്ന, കറ്റാർ വാഴയുടെ ജെല്ല് കൊണ്ടുണ്ടാക്കുന്ന ഒരു പ്രോബയോട്ടിക്. കറ്റാർ വാഴ 1-2 ലീഫ് നിങ്ങളെടുത്ത് അത് നടുകെ ഛേദിച്ച് അതിൻ്റെ പൾപ്പ് മാത്രം ഒരു സ്പൂണ് വെച്ച് കോരിയെടുക്കുക. അതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് അല്പസമയം വെക്കുക. അതിൽ നിന്നൊരു കറ ഊറി മാറിപ്പോയേണ്ടതായിട്ടുണ്ട്. അതൊരു ടോക്സിനാണ്. ഇത്തരത്തിൽ കറ പൂർണ്ണമായി മാറ്റി നിങ്ങൾ ഒരു 200 ഗ്രാമോ അല്ലെങ്കിൽ 250 ഗ്രാമോ നിങ്ങളത് മാറ്റി വെക്കുക. എത്രയാണോ നിങ്ങൾ എടുത്ത അലോവേറ പൾപ്പ് അതേ അളവിൽ വെല്ലം, നല്ല ശുദ്ധമായ വെല്ലമാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വെല്ലം എടുക്കുക. അതേ അളവിൽ എടുക്കുക. ഇത് രണ്ടും നിങ്ങളൊരു മിക്സായി നിങ്ങൾക്ക് ഒരു ജാറിനകത്ത് സൂക്ഷിക്കാം. ഏറ്റവും നല്ലത് ഓരോ ലെയറായിട്ട് ഇതിനെ വെക്കാൻ വേണ്ടി നോക്കുക. ഒരു ചെറിയ ലെയർ ഈ അലോവേറയുടെ പൾപ്പ് വെക്കുക, കറ്റാർ വാഴയുടെ പൾപ്പ് വെക്കുക. അതിൻ്റെ മുകളിൽ അതേ അളവിൽ ഒരു ലെയറായിട്ട് വെല്ലം അല്ലെങ്കിൽ ജാഗരി വെക്കുക. വീണ്ടും കറ്റാർ വാഴയുടെ ജെല്ല്, മുകളിൽ ജാഗരി. ഇങ്ങനെയുള്ള ഒരു ലെയർ ബൈ ലെയറായിട്ട് ഇത് വെച്ചതിന് ശേഷം 2-3 സ്പൂണ് നമ്മുടെ ആപ്പിൾ സിഡർ വിനെഗർ അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. എന്നിട്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ ഉപ്പിലിട്ട മാങ്ങയൊക്കെ സൂക്ഷിക്കുന്നത് പോലെ വളരെ കൃത്യമായിട്ട് ഒരു തുണി വെച്ച് അടച്ച് വളരെ ക്യാപ്പ് ചെയ്യുക, മൂടി അടച്ച് വെയിൽ ഡയറക്റ്റായിട്ട് അടിക്കാത്ത ഒരു ഷെയ്ഡുള്ള വശത്തേക്ക് അത് മാറ്റി വെക്കുക. ഒരാഴ്ചയോളം നിങ്ങൾ അതിനെ മാറ്റി വെക്കേണ്ടതാണ്. ഇങ്ങനെ ഒരാഴ്ച കഴിയുമ്പോൾ ഇത് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് വളരെ നല്ല ഫെർമെൻറ്റ് ചെയ്ത് നല്ല ഒരു പ്രോബയോട്ടിക് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇതിൽ നിന്നൊരു 30 ml നിങ്ങൾക്ക് ഒരു നേരം വെച്ച് 2 നേരത്തോളം ഇത് കഴിക്കുകയാണെങ്കിലും നിങ്ങളുടെ ശരീരത്തിന് അത്യാവശ്യം വേണ്ടുന്ന പ്രോബയോട്ടിക്സുകൾ ലഭിക്കും.